കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാൻ അഡ്വാൻസ് ആയി കൈപ്പറ്റിയതിന് എനിക്ക് തന്ന എഗ്രിമെന്റ് മതി കുറച്ച് വർഷങ്ങൾ നീ ജയിലിൽ കിടക്കാൻ. അത് മറന്നുകൊണ്ട് എന്റെ വാക്കുകളെ ധിക്കരിക്കാൻ ധൈര്യമുണ്ടോ നിനക്ക്? അടിമയായി ജീവിക്കുന്നതിലും നല്ലത് കുറച്ചുനാൾ ജയിലിൽ കിടക്കുന്നതാണെന്ന് ഞാൻ തീരുമാനിച്ചാ അതോടെ തീരുന്ന പ്രശ്നങ്ങൾ എനിക്കുള്ളൂ. അതുകൊണ്ട് എഗ്രിമെന്റിന്റെ പേരും പറഞ്ഞ് എന്നെ ഭയപ്പെടുത്താന്ന് കരുതണ്ട. നിന്നോട് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഉള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ഇങ്ങനെ വരരുതെന്ന്. അത് പറയാൻ നീ ആരാ? നീ കാരണം പൂർണിമ ചേച്ചിക്കൊരു വിഷമം വരാൻ ഈ വീട്ടിൽ ആരും കൂട്ടു നിൽക്കുമെന്ന് നീ കരുതണ്ട. നിന്നോട് ഇറങ്ങിപ്പോ പൂർണിമച്ച് പറഞ്ഞില്ലേ? വെറുതെ നിന്ന് സംസാരിക്കാതെ ഇറങ്ങി പോവാൻ നോക്കടി. നിന്നോടാ ഞാൻ ചോദിച്ചേ, നീ ആരാ അത് പറയാൻ? നീ കരുതും പോലെ ഈ വീട്ടിലെ എല്ലാവരും ഇവളെ സ്നേഹിക്കുന്നൊന്നുമില്ല. അതൊക്കെ വഴിയെ ഞാൻ ബോധ്യപ്പെടുത്തി തരാം. നിന്റെ വിചാരം? ഇറങ്ങി പോവാൻ പറഞ്ഞ ഇറങ്ങി പൊക്കോണം. കൂടുതൽ ഡയലോഗൊന്നും വിടല്ലേ, അവള് വന്നേക്കുന്നു. ശരി, ഞാൻ പോവാം. പിന്നെ ഇറങ്ങി പോ. ഡയലോഗടി. സഞ്ജയ്, ഇതിൽ കൂടുതൽ ഇവിടെ നാണം കെട്ട് നിൽക്കേണ്ട കാര്യം എനിക്കില്ല. പക്ഷെ സഞ്ജയ്, നീ ഒരു ആപത്തിൽപ്പെട്ട് നിന്നപ്പോ നിന്നെ രക്ഷിക്കാൻ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാവരും അവഗണിച്ച് നിന്നെ ഒറ്റയ്ക്കാക്കിയപ്പോ നിന്നെ തേടി വന്നത് ഞാൻ മാത്രമാണ്. നിന്റെ എക്സ് വൈഫിന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നീ വന്നപ്പോഴും പിന്നാലെ വന്നത് ഞാനാ. എന്നെ ഇവിടുന്ന് അപമാനിച്ച് ആട്ടിയിറക്കി വിടുമ്പോ അത് നോക്കി നിൽക്കാൻ മനസ്സിന് ഒരുപാട് കട്ടി വേണം. ഹൃദയമില്ലാതാവണം. സാരില്ല, ഞാൻ പൊയ്ക്കോളാം. അയ്യോ അയ്യോ അമ്മേ, അയ്യോ എനിക്ക് വയ്യ. അയ്യോ, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അയ്യോ അയ്യോ, എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. സഞ്ജയ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? സഞ്ജയ് പ്ലീസ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. അല്ലെങ്കിൽ ഞാൻ എഴഞ്ഞു പോവേണ്ടി വരും. അയ്യോ എനിക്ക് വയ്യേ. സഞ്ജയ് പ്ലീസ്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? വാ എണീക്ക്. തുടരുതന്നെ. എന്നെ ആക്ഷേപിച്ചവരാരും എന്നെ തൊട്ടുപോകരുത്. സഞ്ജയ് എന്റെ ജോലിക്കാരനാ. എനിക്ക് സഞ്ജയോട് പറയാൻ അധികാരവും അവകാശവും ഉണ്ട്.